എന്റെയും നിങ്ങളുടെയും ഈ ചോരത്തിളപ്പുള്ള സമയം പാതിരാത്രി ഇരുട്ടിന്റെ മറവിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ചുറ്റുമിരുന്ന് ഗൂഢാലോചന നടത്താനുള്ളതല്ല. ഇസ്ലാമിന്റെ എല്ലാ തത്വശാസ്ത്രങ്ങളും സുതാര്യമാണ്. ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, ഒരിക്കലും അവ്യക്തതയുള്ളതല്ല ഇസ്ലാം. ഇസ്ലാം തെളിഞ്ഞ പാതയാണ്, അല്ലേ? ഇസ്ലാം തെളിഞ്ഞ പാതയാണ്. ഇല്ല, ഇരുട്ട് നൽകുന്നൊരു പാത ഇസ്ലാം എന്ന് പറയുന്ന സമാധാനത്തിന്റെ മതത്തിലില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ 114 അധ്യായങ്ങൾ, 6236 വചനങ്ങൾ, അതിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ അടർത്തി മാറ്റി ഏതെങ്കിലും ആയത്തുകളുടെ കഷ്ടങ്ങൾ ഓതി കേൾപ്പിച്ച് യുവാക്കളുടെ രോമകൂപങ്ങളെ എഴുന്നേൽപ്പിച്ചു നിർത്തി, അവരുടെ ചോരകളെ തിളപ്പിച്ചു നിർത്തി ആവേശത്തിന്റെ രംഗത്തേക്ക് കൊണ്ടുപോകാനുള്ളതല്ല മതം. ആദർശമാണ് മതം, ആവേശമല്ല. പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. നിങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന കാരണത്താൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ അനുവാദമുണ്ട്. എവിടെ? ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്തോട്. എപ്പോൾ? ആ അക്രമത്തിന്റെ ഏതൊക്കെ സ്റ്റെപ്പുകൾ പിടിക്കാനുണ്ട്? നാട്ടിലൊരു വിശ്വാസിയായി ജീവിക്കാൻ പറ്റാതെ വന്നാൽ പ്രിയപ്പെട്ടവരെ, ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകണം. അവിടെയും വന്ന് ആക്രമിക്കുകയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചൊരു തെറ്റല്ലാതെ, ഒരു കുറ്റമല്ലാതെ അവരൊന്നും ചെയ്തിട്ടില്ല. നാട്ടിൽ വ്യഭിചാര രംഗത്തില്ല, മോഷണ രംഗത്തില്ല, കള്ളക്കടത്തിന്റെ രംഗത്തില്ല, കഞ്ചാവിന്റെ രംഗത്തില്ല, അക്രമത്തിന്റെ രംഗത്തില്ല, അയൽവാസിയെ ദ്രോഹിക്കുന്ന രംഗത്തില്ല. അവിടെയൊക്കെ എല്ലാവർക്കും നന്മ മാത്രമേ പറയാനുള്ളൂ. ഒരേ ഒരു കുറ്റം ചെയ്തു അവൻ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അതിൽ നിന്ന് ജനിച്ച മണ്ണിനോട് രാജി പറയേണ്ടി വന്നു. അതിന്റെ പേരിൽ ജനിച്ച മണ്ണിനോട് യാത്ര പറയേണ്ടി വന്നു. അവിടെയും നാട് വിട്ടു പോയ സ്ഥലത്തും നിന്നെയും നിന്റെ മക്കളെയും ഭാര്യയെയും ഉമ്മയെയും സ്ത്രീകളെയും വലിച്ചു പുറത്താക്കി അക്രമങ്ങൾ നടത്തുമ്പോ നിനക്ക് തിരിച്ച് പ്രതിരോധിക്കുവാനുള്ള അനുവാദമുണ്ടെന്ന് പറഞ്ഞ മതം, അത് തീവ്രവാദത്തിന്റെ മതാണോ? ആണോ? അത് ഭീകരതയുടെ മതമാണോ? അതല്ലേ നീതി? അതല്ലേ സത്യം? അല്ലേ? ഒരു ഉറുമ്പ് പോലും വേദനിച്ചു പോകരുത് എന്ന് പഠിപ്പിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കിടയിൽ തണുപ്പകറ്റാൻ തീയിട്ട സഹാബത്തിനോട് ഉറുമ്പ് കടന്നു പോകുന്ന വഴിയാണിത്, ആരായി തീയിട്ടത് കെടുത്തിക്കളയൂ എന്ന് പറഞ്ഞ ആർദ്രത നിറഞ്ഞൊലിക്കുന്ന, അനുകമ്പ നിറഞ്ഞു തുളുമ്പുന്ന, സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന, സ്നേഹത്തിന്റെ മകുടോദാഹരണമായി ജീവിച്ച മാതൃക കാണിച്ച് അയൽവാസി ആരാണെന്ന് നോക്കാതെ അവന്റെ വിഷപ്പടക്കാൻ ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളിലും പണിയെടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിക്ക് തീവ്രവാദിയാകാൻ പറ്റുമോ? തീവ്രവാദ സംഘങ്ങൾ ആവശ്യപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് യുവാക്കളെയാണ്. അവസാനിപ്പിക്കട്ടെ, അവിടെയൊക്കെ ഒരു മുസ്ലിമിന് കറക്റ്റ് നല്ല ദിശാബോധം ഉണ്ടാകണം. ഞാൻ എവിടെ ജീവിക്കണം? എവിടെയാണ് ഇസ്ലാം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്? ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? പഠിക്കണം. ആദ്യം നമ്മൾ നേടേണ്ടത് ഇൽമാണ്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പരമാവധി ഇൽമാർജിക്കുക. പരമാവധി ഇൽമ. ഇവിടെ നടക്കാൻ പോകുന്ന ഓരോ പ്രസംഗത്തിൽ നിന്നും കിട്ടാവുന്ന ഇൽമുകൾ കാതുകൾ കൂർപ്പിച്ചു വെച്ച് സ്വായത്തമാക്കുക, ഹൃദയത്തിനുള്ളിലേക്ക് ഇറക്കി വെക്കുക. ആദ്യം നേടേണ്ടത് ഇൽമാണ്. ആ ഇൽമ കിട്ടിയാൽ ഇനി കാത്തിരിക്കാൻ സമയമില്ല. സത്യമാണെന്ന് ഉറപ്പായാൽ ആ ഇൽമിന്റെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങുക. അൽ അമലു ബിൽ ഇൽമി, ആ ഇൽമ ഉപയോഗിച്ചുള്ള അമലാണ്. ആ അമല് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് അദ്ദഅവതു ഇലൽ ഇൽമി വൽ അമലി, ആ ഇൽമിലേക്കും അമലിലേക്കും ആളുകളെ ക്ഷണിക്കല. ആദ്യം പഠിക്കുക, കേൾക്കുക. കേൾക്കുന്നതിന് മുമ്പ് എടുത്തു ചാടുകയില്ല. ആദ്യം കേൾക്കുക. കേൾക്കുന്നതിന് മുമ്പ് പ്രതിരോധിക്കുകയില്ല. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയുകയില്ല. കേൾക്കുക, കേട്ടിട്ടത് ജീവിതത്തിൽ പകർത്തുക. അദ്ദഅവതു ഇലൽ ഇൽമി
വൽ അമലി, ആ ഇൽമിലേക്കും ആ അമലിലേക്കും ആളുകളെ ക്ഷണിക്കുക. എന്നാലും ശത്രുക്കൾ ഉണ്ടാവും. സത്യത്തിന്റെ പാതയിലാണോ നമ്മൾ? ഉറപ്പാ ശത്രുക്കൾ. പക്ഷെ നമുക്കാരും ശത്രുക്കളല്ല. ഉറപ്പാ ഇസ്ലാമിന്റെ ഒറിജിനൽ പാതയിൽ നീങ്ങുന്നവർക്ക് ശത്രുക്കൾ ഉണ്ടാവും. പക്ഷെ നമുക്കാരും ശത്രുക്കളല്ല. എല്ലാ ആളുകളും നമ്മുടെ മിത്രങ്ങളായി കാണുന്നു. നമ്മൾ മനുഷ്യരുടെ കൂട്ടത്തിലെ ഇസ്ലാം പാലിക്കാൻ പറഞ്ഞ സൗഹൃദങ്ങളെ പാലിച്ച് മുന്നോട്ട് പോവാൻ കൊതിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾ സത്യത്തിന്റെ പ്രചാരകരായി റോഡിലേക്ക് ഇറങ്ങിയാൽ ക്ഷമിക്കേണ്ടി വരും. അസ്സബ്റു അലൽ അദാ, ഉപദ്രവങ്ങളുടെ മേൽ ക്ഷമിക്കുകയാണ്. എടുത്തു ചാടുകയല്ല, എടുത്തു ചാടുകയല്ല, ഉടനെ പ്രതിരോധിക്കുകയല്ല, ഉടനെ പ്രതികരിക്കുകയല്ല. ആലോചിച്ച് ബുദ്ധിപൂർവമായി മാന്യമായി സുഹൃത്തുക്കളെ ലോകത്തിന്റെ മുമ്പിൽ മറുപടി പറഞ്ഞുകൊണ്ട് മാന്യനായി ഒരു ഇസ്ലാമിക ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എങ്കിൽ അവിടെയാണ് എന്റെയും നിങ്ങളുടെയും വിജയം നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. യുവാക്കളെ, ഇനിയും നൂറുകണക്കിന് വിഷയങ്ങളെ യുവസമൂഹത്തോട് ഓർമ്മപ്പെടുത്തുവാനുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സമയത്തെ നഷ്ടപ്പെടുത്തി കളയല്ലേ. സമയത്തിന്റെ വില നീ ഒരിക്കലും മറന്നു പോകല്ലേ. ആരോഗ്യം എന്തിന്, ആര് തന്നു, എന്തിന് തന്നോ എന്നതിനെ കുറിച്ച് നീ ഒരിക്കലും മറന്നു പോകല്ലേ. നൊന്ത് പ്രസവിച്ച മാതാവിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയല്ലേ. അതിൽ കാരണക്കാരനാക്കി അല്ലാഹു വെച്ച നിന്റെ ഉപ്പയെ ഒരിക്കലും ധിക്കാരത്തിന്റെ വാക്കുകൾ പറഞ്ഞ് പുറകോട്ട് തള്ളി മാറ്റല്ലേ. ഇന്നലെ കടന്നു വന്ന ഭാര്യയുടെ തലയിണ മന്ത്രം കേട്ട് കുശുകുശു വർത്തമാനം കേട്ട് നൊന്ത് പ്രസവിച്ച മാതാവിനെയും കാരണക്കാരനാക്കി അല്ല വെച്ച പിതാവിനെയും ഇല്ല, നീ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട് കളയല്ലേ. ഏതോ വൃദ്ധസദനത്തിന്റെ കൂരിരുമ്പിൽ കൊണ്ടുപോയി തള്ളിക്കളയല്ലേ. ആ മാതാവും പിതാവും നിനക്കെതിരെ ശാപത്തിന്റെ വർത്തമാനം പറഞ്ഞാൽ ആകാശത്തിന്റെ മേലാപ്പിൽ നിന്ന് നിന്റെ മേലെ ശാപമിറങ്ങി വരും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിന്നെ മാടി വിളിക്കുന്ന ലഹരി പദാർത്ഥങ്ങളിലേക്ക്, നീചവൃത്തികളിലേക്ക്, അശ്ലീലതകളിലേക്ക്, ആഭാസങ്ങളിലേക്ക് കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്നവർ ഒരുപാടുണ്ടെങ്കിൽ നീരാളി കൈകളുമായി ആ കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്നവരിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകാൻ ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. ഇല്ല, ഞാൻ അവസരം കൊടുക്കുകയില്ലെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കോ. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ പ്രേമിക്കാൻ, നിന്നെ കാമുകനാക്കാൻ, നിന്നെ കാമുകയാക്കാൻ മാടി വിളിക്കുന്ന കൈ, മാടി വിളിക്കുന്ന കൈ, നിന്നെ ആകർഷിച്ചു കളയുന്ന കണ്ണ്, അത് ആദ്യത്തെ കണ്ണല്ല, ആദ്യത്തെ കൈയല്ല. ഇതിനു മുമ്പും പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് എന്നെങ്കിലും നീ മനസ്സിലാക്കുക. അവസാനിച്ചില്ല, അവസാനിച്ചില്ല. എന്റെ ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ എന്ത് എന്ന് വായിച്ചറിയുവാനും കാലത്തിന്റെ ചുവരെഴുത്തുകൾ ഒന്ന് വായിച്ചു നോക്കുവാനും പോരാ, ഈ ജീവിതത്തിൽ അഖീദ വിഷയങ്ങളിൽ മാറ്റങ്ങൾ വരുത്താതെ, ഒരിക്കലും മാറ്റത്തിന് വിധേയമാകാതെ തൗഹീദ് രംഗങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പരമാവധി ആളുകൾക്കിടയിൽ ഒരു ഫ്ലെക്സിബിളായി ജീവിക്കാൻ ആദർശത്തെ പണയം വെക്കാതെ, ആദർശത്തെ പണയം വെക്കാതെ മനുഷ്യരുമായി ഇടപെടേണ്ട രംഗങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഞാൻ നല്ലൊരു മനുഷ്യനായി ജീവിക്കുമെന്ന അഹങ്കാരമില്ലാത്ത, കിബറില്ലാത്ത, പൊങ്ങച്ചമില്ലാത്ത ജീവിത വഴിത്താരയിലേക്ക് നടന്നു നീങ്ങുക. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ അവസാന ഘട്ടത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്.